പ്രിയമുള്ളവരെ, മതത്തിന്റെ പേരിൽ ജനങ്ങളെ അരുകൊല ചെയ്യുക, ഇങ്ങനെയൊരു സംഭവമാണ് കാശ്മീരിലെ പഹൽഗാം എന്ന ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ നടന്നത്. മുസ്ലിങ്ങളല്ലാത്തവരെ തിരഞ്ഞുപിടിച്ച് കൊല ചെയ്യുകയായിരുന്നു. കാരണം ഓരോരുത്തരെയും പിടിച്ചു കഴിഞ്ഞ് അവരുടെ ID കാർഡ് കാണിക്കാൻ ആവശ്യപ്പെടുന്നു, അവരോട് കലിമ ചൊല്ലാൻ ആവശ്യപ്പെടുന്നു. ഇങ്ങനെ ചൊല്ലാത്തവരെ ഹൈന്ദവരെയും ക്രൈസ്തവരെയും ഉൾപ്പെടെ അരുകൊലയ്ക്ക് വിധേയമാക്കുകയായിരുന്നു. ഭാരതത്തിൽ പലതരം ആക്രമണങ്ങൾ, ഭീകരാക്രമണങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും മതമേതെന്ന് ചോദിച്ച് ഒരു ഭീകരാക്രമണം ഇത് ഭാരതത്തിൽ ആദ്യമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യ മനസാക്ഷിയെ നെടുക്കുന്ന രംഗങ്ങളാണ് ഭാരതത്തിലെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന പഹൽഗാം താഴ്വരയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ 26ഓളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അവരുടെ സ്മരണകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിക്കുന്നു. ദൈവം അവർക്ക് നിത്യശാന്തി നൽകട്ടെ. പ്രിയമുള്ളവരെ, ഇവിടെ പല മാധ്യമങ്ങളും, പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ ബോധപൂർവം വിസ്മരിച്ച ഒരു കാര്യമുണ്ട്. അരുണാചൽ പ്രദേശിലെ ക്രൈസ്തവനായിരുന്ന ഒരു സൈനിക ഉദ്യോഗസ്ഥനും ജീവൻ നഷ്ടപ്പെട്ടു. ഈ കാര്യം ക്രൈസ്തവർക്ക് പോലും അറിയുമോ എന്ന് എനിക്കറിയില്ല. ആരായിരുന്നു ഇദ്ദേഹം? പ്രിയമുള്ളവരെ, 30 വയസ്സ് മാത്രം പ്രായമുള്ള തേജ് ഹേലിയാങ് എന്ന സൈനിക ഉദ്യോഗസ്ഥനാണ്, ഇന്ത്യൻ എയർഫോഴ്സിലെ ഉദ്യോഗസ്ഥനാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഇതോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇദ്ദേഹത്തിന് വിവാഹം കഴിഞ്ഞിട്ട് കേവലം 4 മാസം പോലും ആയിട്ടില്ല. അരുണാചൽ പ്രദേശ് സ്വദേശിയാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ അരുണാചൽ പ്രദേശിലെ സീറോ എന്ന ഗ്രാമത്തിൽ നിന്നുമാണ് ഇദ്ദേഹം വരുന്നത്. ഇദ്ദേഹം ബാപ്റ്റിസ്റ്റ് സഭയിലെ സജീവ വിശ്വാസിയായിരുന്നു. 4 മാസം മുമ്പായിരുന്നു ഇദ്ദേഹത്തിന്റെ വിവാഹം. ഇദ്ദേഹത്തിന്റെ ഭാര്യ ചാരു ഇന്ത്യൻ പന്തക്കോസ്തൽ സഭയുടെ IPCയുടെ അരുണാചൽ പ്രദേശിൽ നിന്നുള്ള സഭാംഗമാണ്. തന്റെ വിവാഹശേഷം തനിക്ക് നാട്ടിലേക്ക് ഒരു മാറ്റം ഇദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അതുപ്രകാരം ഇദ്ദേഹത്തിന് നാട്ടിലേക്ക്, ആസാമിലേക്ക് ഒരു മാറ്റം ലഭിച്ചതിന് ശേഷമാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായത്. ക്രൈസ്തവരുടെ ഏറ്റവും പുണ്യപ്പെട്ട ദിനമാണ് ഈസ്റ്റർ. തനിക്ക് മാറ്റമായതുകൊണ്ട് തന്നെ തന്റെ ഭാര്യയും ഒന്നിച്ച് ഈസ്റ്റർ ആഘോഷിക്കാനായി ഇവർ കാശ്മീരിൽ ഒത്തുചേർന്നതായിരുന്നു. കേവലം 4 മാസങ്ങൾക്ക് മുമ്പ് നടന്ന തൻ്റെ വിവാഹത്തിന് ശേഷം തൻ്റെ പ്രിയതമയുമൊത്ത് കാശ്മീർ താഴ്വരയിൽ സമയം ചെലവഴിക്കാൻ സാധിച്ചതിൻ്റെ സന്തോഷം തേജ് ഹേലിയാങ് തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി പുറം ലോകത്തെ അറിയിക്കുകയുണ്ടായി. ഇത്തരത്തിൽ അദ്ദേഹം തന്നെ നേരിട്ട് പങ്കുവച്ച വീഡിയോയാണ് ഇവിടെ കാണിക്കുന്നത്. കാശ്മീർ താഴ്വരയുടെ മനോഹാരിതയും അവരുടെ സന്തോഷവും, വിവാഹ സന്തോഷവും ഈ വീഡിയോയിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. ഈസ്റ്ററിന് ശേഷം ചൊവ്വാഴ്ച പക്ഷേ പഹൽഗാമിലെ താഴ്വരയിൽ പൈൻ മരങ്ങൾക്കിടയിൽ സൈനിക വേഷത്തിൽ ഒളിച്ചിരുന്ന തീവ്രവാദികൾ ഒരു കാരുണ്യം പോലും കാണിക്കാതെ തേജ് ഹേലിയാങ് എന്ന ക്രൈസ്തവന്റെ നേരെ നിറയൊഴുക്കുകയായിരുന്നു. തീവ്രവാദികൾ ഇദ്ദേഹത്തെ പിടിക്കുമ്പോൾ ഇദ്ദേഹത്തോട് കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ടു. എന്താണ് കലിമ? ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ള. അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹ്, മറ്റൊരു ദൈവമില്ല, മുഹമ്മദ് അള്ളാഹുവിന്റെ പ്രവാചകനാണ്. എന്നാൽ ഒരു ക്രൈസ്തവ വിശ്വാസിയായ തികഞ്ഞ രീതിയിൽ യേശുവിനെ കർത്താവും ദൈവവുമായിട്ട് ഏറ്റുപറയുന്ന, ഉദ്ധിതനായ യേശുവിൽ വിശ്വസിക്കുന്ന തേജ് ഹേലിയാങ് എന്ന സൈനിക ഉദ്യോഗസ്ഥൻ ഈ കലിമ ചൊല്ലാൻ തയ്യാറായില്ല. മാത്രമല്ല, താൻ ക്രിസ്ത്യാനിയാണെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഉടനെ തന്നെ തീവ്രവാദികൾ അദ്ദേഹത്തിന്റെ ID കാർഡ് പരിശോധിച്ചു. അവിടെ എഴുതിയിരിക്കുകയാണ് ഇദ്ദേഹം ഇന്ത്യൻ എയർഫോഴ്സിലെ ഉദ്യോഗസ്ഥൻ കൂടിയാണ്. ഉടനെ തന്നെ നെറ്റിയിലേക്ക് നിറയൊഴുക്കുകയായിരുന്നു. ഒരു രീതിയിൽ പറഞ്ഞാൽ ഉദ്ധിതനായ യേശുവിനെ ദൈവമായി ഏറ്റുപറഞ്ഞതിന്റെ പേരിൽ രക്തസാക്ഷിയാകേണ്ടി വന്ന തീവ്രവാദികളാൽ കൊല ചെയ്യപ്പെട്ട വ്യക്തിയാണ് തേജ് ഹേലിയാങ്. എന്നാൽ ഇദ്ദേഹം അരുണാചൽ പ്രദേശ് സ്വദേശി ആയതുകൊണ്ടും ഒരുപക്ഷെ ഇദ്ദേഹത്തിന്റെ ബാപ്റ്റിസ്റ്റ് സഭയെല്ലാം കേരളത്തിൽ അത്ര പ്രബലമല്ലാത്തത് കൊണ്ടും കേരളത്തിലെ സഭാംഗങ്ങൾക്ക് ഇദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വം വേണ്ട രീതിയിൽ മനസ്സിലായിട്ടുണ്ടോ എന്ന് സംശയമാണ്. മാത്രമല്ല, കേരളത്തിലെ ഒരു മാധ്യമം പോലും ഈ കാര്യം പറയുകയും ഉണ്ടായിട്ടില്ല. ക്രൈസ്തവ മാധ്യമങ്ങൾ പോലും എന്നുള്ളത് ദുഃഖകരമാണ്. അരുണാചൽ പ്രദേശിലെ ബാപ്റ്റിസ്റ്റ് സഭയിൽ ഈ വ്യാഴാഴ്ചയായിരുന്നു ഇദ്ദേഹത്തിന്റെ ശവസംസ്കാരം. ആസം മുഖ്യമന്ത്രി പ്രേമനാഥ് ഗണ്ഡു ഉൾപ്പെടെ നിരവധിയായ MP-മാരും MLA-മാരും സൈനിക ഉദ്യോഗസ്ഥരും എല്ലാം ശവസംസ്കാരത്തിൽ പങ്കെടുത്തിരുന്നു. നമ്മുടെ എല്ലാവരുടെയും കണ്ണ് നനയ്ക്കുന്ന കാഴ്ചകളാണ് അവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുക. മാത്രവുമല്ല, IPC സഭയുടെ അരുണാചൽ പ്രദേശിലെ പ്രസിഡന്റ് ആയിരിക്കുന്ന റവറൻഡ് ആൽവിൻ ഡേവിഡ്, അദ്ദേഹം ഈ കാര്യത്തെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് നമുക്ക് ശ്രമിക്കാം. ദൈവനാമത്തിന് മഹത്വം. ഏപ്രിൽ 22-ാം തീയതി ജമ്മു കാശ്മീരിലെ
പഹൽഗാമിൽ വെച്ച് പോയിന്റ് ബ്ലാങ്കിൽ തീവ്രവാദികളാൽ തലയ്ക്ക് വെടിയേറ്റ് വധിക്കപ്പെട്ട ടാഗെ ഹേലിയാങ് ഇന്ത്യൻ എയർഫോഴ്സിൽ ആയിരുന്നല്ലോ സേവനം ചെയ്തിരുന്നത്. തന്റെ നവവധു ചാരുവിനെയും മാതാപിതാക്കളെയും 7 സഹോദരന്മാരെയും 3 സഹോദരിമാരെയും മറ്റ് ബന്ധുമിത്രാദികളെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യവും പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ സർവ്വബുദ്ധിയും കവിയുന്ന സമാധാനവും ആശ്വസിപ്പിക്കുമാറാകട്ടെ. ഹേലിയാങ് 0 എന്ന ഗ്രാമത്തിലെ ബാപ്റ്റിസ്റ്റ് ചർച്ചിലെ മെമ്പർ ആയിരുന്നു. പ്രിയ സഹോദരി ചാരു വിവാഹത്തിനു മുൻപ് അരുണാചൽ പ്രദേശിൽ IPC രാജാനഗർ സഭയിലെ അംഗവും IPC അരുണാചലിലെ യൂത്ത് ലീഡറും ആയി വിശ്വസ്ത സേവനം അനുഷ്ഠിച്ചിരുന്നു. IPC അരുണാചൽ പ്രദേശ് സ്റ്റേറ്റിലെയും സോണൽ എക്സിക്യൂട്ടീവിലെയും എല്ലാ ശുശ്രൂഷകന്മാരുടെയും വിശ്വാസികളുടെയും പ്രാർത്ഥനയും ദുഃഖവും പ്രിയ സഹോദരി ചാരുവിനെയും മാതാപിതാക്കളെയും സഹോദരന്മാരെയും മറ്റ് ബന്ധുമിത്രാദികളെയും അറിയിച്ചു കൊള്ളട്ടെ. IPC അരുണാചൽ ഉള്ള സകല വിശ്വാസികളും IPC സമൂഹവും നിങ്ങൾക്കായി നിങ്ങളെവരുടെയും സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഏക സത്യനിത്യ ത്രിയേക ദൈവം ഏവരെയും സഹായിക്കട്ടെ, സമാധാനിപ്പിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ക്രൈസ്തവർ ലോകമെങ്ങും ഈസ്റ്ററിന്റെ സന്തോഷത്തിൽ പങ്കെടുക്കുമ്പോൾ തന്റെ വിശ്വാസത്തെ പ്രതി ജീവൻ വെടിയേണ്ടി വന്ന തേജ് ഹേലിയാങ്ങിന്റെ സ്മരണകൾക്ക് മുമ്പിൽ നമുക്ക് ശിരസ് നമിക്കാം. കാശ്മീരിലെ പഹൽഗാമിൽ വേർപിരിഞ്ഞ ജീവൻ നഷ്ടപ്പെട്ട എല്ലാവരുടെയും ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ് നമിക്കും.